കൂടിയാണ് ഈ വർഷത്തെ T20 ലോകകപ്പിന് തുടക്കമാകുന്നത്. 2007 ആരംഭിച്ച T20 ലോകകപ്പിന്റെ 9ാമത് എഡിഷനാണ് ഇത്തവണ വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമായി നടക്കാൻ പോകുന്നത്. രണ്ടാം കിരീടം ലക്ഷ്യം വെക്കുന്ന ഇന്ത്യ കിടിലൻ ടീമുമായിട്ടാണ് ഇത്തവണ ലോകകപ്പിന് ഇറങ്ങുന്നത്. രോഹിത് ശർമ്മ നയിക്കുന്ന ടീമിന്റെ ആദ്യ മത്സരം ജൂൺ 5-ാം തീയതി അയർലൻഡിനെതിരെയാണ്. ഇതിനു മുൻപ് ഈ മാസം 1-ാം തീയതി നടക്കാനിരിക്കുന്ന പരിശീലന മത്സരത്തിൽ അയൽക്കാരായ ബംഗ്ലാദേശിനെ ടീം ഇന്ത്യ നേരിടാൻ പോവുകയാണ്. T20 ലോകകപ്പിന് മുമ്പ് പ്ലേയിങ് 11ന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ ഈ മത്സരം സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. T20 ലോകകപ്പിന് തുടക്കം കുറിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രം ബാക്കി നിൽക്കെ സഞ്ജു സാംസന്റെ ആരാധകരെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ഇതിഹാസ താരം. ICC വെബ്സൈറ്റിനോട് സംസാരിക്കവേ ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് ലൈനപ്പിൽ ആരൊക്കെ വേണമെന്ന് ഇതിഹാസ താരം യുവരാജ് സിംഗ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും യുവ ബാറ്റർ യശസ്വി ജയ്സാളും ചേർന്ന് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്യുമെന്നാണ് യുവരാജ് സിംഗിന്റെ പക്ഷം. വിരാട് കോഹ്ലി 3-ാം നമ്പറിൽ കളിക്കുമെന്നും അതാണ് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പൊസിഷൻ എന്നും യുവി വ്യക്തമാക്കുന്നുണ്ട്. വിരാട് കോഹ്ലിക്ക് ശേഷം 4-ാം നമ്പറിൽ സൂര്യകുമാർ യാദവ് വരുമെന്നാണ് യുവരാജ് പറയുന്നത്. സഞ്ജു സാംസണെയും ഋഷഭ് പന്തിനെയുമാണ് ലോകകപ്പ് സ്ക്വാഡിൽ വിക്കറ്റ് കീപ്പർമാരായി ഇന്ത്യൻ ടീം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ സീസൺ IPL-ൽ 500-ന് മുകളിൽ റൺസ് നേടിയ താരമാണ് സഞ്ജു. ഋഷഭ് പന്ത് 446 റൺസ് നേടി തിളങ്ങിയിരുന്നു. IPL പ്രകടനത്തിൽ സഞ്ജു മുന്നിലുണ്ടെങ്കിലും ലോകകപ്പിൽ അദ്ദേഹത്തെ മറികടന്ന പന്തിനെയാണ് യുവി പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തുന്നത്. ഇടം കൈ വലം കൈ ബാറ്റിംഗ് കൂട്ടുകെട്ടുകൾ കൂടുതൽ കാണാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഇടം കൈയനായ പന്തിനെയാണ് താൻ പ്ലേയിങ് 11-ൽ ആഗ്രഹിക്കുന്നത് എന്നുമാണ് യുവി അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. സഞ്ജു തീർച്ചയായും വളരെ മികച്ച ഫോമിലാണെന്നും എന്നാൽ ഋഷഭ് ഒരു ഇടംകൈയൻ ബാറ്ററാണ്. ഇന്ത്യക്കായി മത്സരങ്ങൾ ജയിക്കാനുള്ള കഴിവ് പന്തിനുണ്ട്. അത് നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടതുമാണ് എന്നാണ് യുവരാജിന്റെ അഭിപ്രായം. IPL-ൽ ഇത്തവണ മികച്ച ഫോമിൽ അല്ലായിരുന്നുവെങ്കിലും T20 ലോകകപ്പിൽ ഹർദിക് പാണ്ഡ്യ തിളങ്ങുമെന്നാണ് യുവരാജ് വിശ്വസിക്കുന്നത്. IPL പ്രകടനം അത്ര മികച്ചതല്ലെങ്കിലും അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ മുൻകാല പ്രകടനങ്ങൾ നോക്കുമ്പോൾ ഹർദിക് ടീമിലുള്ളത് വളരെ മികച്ച കാര്യമെന്നാണ് യുവി ചൂണ്ടിക്കാട്ടുന്നത്. ഹർദിക്കിന്റെ ബോളിംഗും ഫിറ്റ്നസും ലോകകപ്പിൽ പ്രധാനമായിരിക്കുമെന്നും പറഞ്ഞ യുവി ഈ ലോകകപ്പിൽ അദ്ദേഹം സ്പെഷ്യലായി ചില കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇന്ത്യയുടെ ലോകകപ്പ് സ്ക്വാഡ് നോക്കിയാൽ രോഹിത് ശർമ്മ ക്യാപ്റ്റൻ, ഹർദിക് പാണ്ഡ്യ വൈസ് ക്യാപ്റ്റൻ, യശസ്വി ജയ്സാൾ, വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവ്, ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പർ, സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പർ, ശിവം ദൂബെ, രവീന്ദ്ര ജഡേജ, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, യുസ്വേന്ദ്ര ചഹൽ, അർഷ്ദീപ് സിംഗ്, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ് എന്നിങ്ങനെയാണുള്ളത്. റിസർവ് താരങ്ങൾ ശുഭ്മാൻ ഗിൽ, റിങ്കു സിംഗ്, ഖലീൽ അഹമ്മദ്, ആവേശ് ഖാൻ എന്നിവരാണ്.